കണ്ണൂർ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ സമയം ഞങ്ങൾ കണ്ണൂരിൽ നേരെ പോകുന്നത് വിവിയുടെ വീട്ടിലേക്കാണ് കേട്ടോ, പളനിയിലേക്ക്. അങ്ങനെ അച്ചാച്ചനോട് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് വീട്ടിലെല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അമ്മമ്മ ഇങ്ങോട്ട് റോഡിൻ്റെ അടുത്തേക്ക് വന്നില്ല കേട്ടോ, ഇവർ രണ്ടുപേരും വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളപ്പോൾ ഇറങ്ങി പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഉത്സവങ്ങൾ. അതുപോലെ ഞങ്ങൾ വന്നത് ഈസ്റ്ററിൻ്റെ അന്ന്, അതായത് ഈസ്റ്ററിൻ്റെ അന്ന് രാത്രിയായിരുന്നു. അപ്പോൾ അതുപോലെ ഈസ്റ്ററിൻ്റെ പരിപാടികൾ, പിന്നെ കുറേ ഉത്സവത്തിന് ആനേനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ ഒന്നേ എടുത്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു 2-3 ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായക്കടയിൽ കയറിയിട്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ചായ ഒരു പത്തലും കഴിച്ചു. പിന്നെ ഞാൻ വണ്ടി കയറിയത് ഓർമ്മയുണ്ടായല്ലോ, പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടെ എന്താ പറയുക, പാലക്കാടിൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ചായ കുടിച്ചു. അപ്പോഴേക്കും ഇതേ ബോർഡർ വന്നു. ഇതാണ് കേട്ടോ തമിഴ്നാടിൻ്റെ ബോർഡർ വരുന്ന സ്ഥലം. ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാറിൽ ആക്ച്വലി ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും ഫുള്ളായിരുന്നു. ഇതാണ് എൻ്റെ കൃഷ്ണനൊക്കെ ഞങ്ങൾ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോയത്. പിന്നെ മറ്റേ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ, വാങ്ങിയൊരു ബ്ലാക്ക്. അതിന് സീറ്റ് ബെൽറ്റിന് കറക്റ്റ് ആയിരുന്നു. പക്ഷെ മറ്റേ കൃഷ്ണന് ചെറുങ്ങനെ ആടുന്നുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടാട്ടോ ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പോഴേക്കും ഞങ്ങൾ പൊള്ളാച്ചി എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയത് അമൃത സുരഭി എന്ന് പറഞ്ഞ ഹോട്ടലാട്ടോ. ഞങ്ങൾ കൊച്ചിയിലുണ്ടായിരുന്ന സമയത്തും കൊച്ചി ടു പളനി പോകുന്ന സമയത്തും ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ്. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. അവിടെ പിന്നെ കുറച്ച് ടോയ്സ്, അതുപോലെ നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ കാറിൽ കയറി. കാരണം നമുക്ക് ഓൾറെഡി ഇത്രയും ട്രാവൽ ചെയ്തിട്ട് അതിൻ്റെ ടയേർഡും പിന്നെ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊള്ളാച്ചി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി കേട്ടോ. അപ്പം നമ്മൾ പളനി ഡിണ്ടിഗലിലേക്ക് പോകുന്ന ഹൈവേ ആണിത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഹൈവേയിലേക്ക് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ ഒരു പിങ്ക് കളറിലെ കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് അവസാനം ഞങ്ങൾ ഈ ഹൈവേ ഇറങ്ങിയിട്ട് നേരെ പളനിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പളനിയിലേക്ക് ഹൈവേ ഇറങ്ങിയിട്ട് പോകുന്ന റൂട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നേരെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഗേറ്റ് തുറക്കുമ്പോഴേക്കും ഹണി അവിടെ റെഡി ആയിരുന്നു ഇപ്പം ഉണ്ടാവും. എപ്പോഴൊക്കെ ഞങ്ങൾ ഗേറ്റ് തുറന്ന് പോയാലും അങ്ങനെയാണ്. പിന്നെ ജാക്കിൻ്റെ വക കുറേ സ്നേഹപ്രകടനമുണ്ട്, കുറേ കാലമായിട്ട് വരുന്നതല്ലേ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മേലെ എത്തിച്ചു, ഒരു ചായയും കുടിച്ച് കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.